അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഒന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് മൾട്ടി സെൻസറി അപ്രോച്ച്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. കാഴ്ച, കേൾവി, ടേസ്റ്റ്, സ്മെല്ല് ആൻഡ് ടച്ച്. ഈ പഞ്ചേന്ദ്രിയങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യം അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോ കുട്ടിയുടെയും പഠിപ്പിക്കാനുള്ള ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കുന്നു. കണ്ടു പഠിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. കേട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ഓരോ കുട്ടിയെയും പ്രത്യേകമായി പഠനം നടത്തി മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ട മെത്തേഡ് ഏതാണോ എന്ന് തീരുമാനിച്ച് ആ രൂപത്തിലാണ് റെമഡിയൽ ടീച്ചിങ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 45 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരെ കുടുംബത്തിൽ, അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്.